ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കാണുന്നത്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെതിരെ നടക്കുന്നത്. 1956 ഐക്യകേരളം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീ കെ സുരേന്ദ്രനെ ആ കേസിൽ ബന്ധപ്പെടുത്താൻ കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും ഒരു വസ്തുത പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ പിണറായി വിജയൻ്റെ പോലീസാണ്, സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന അന്വേഷണ സംഘങ്ങളാണ്. പക്ഷേ ഇതുവരെയും കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷിച്ചിട്ടും ഈ സുന്ദരയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു തെളിവ് പോലും അവതരിപ്പിക്കുന്നത് ആരാണ്? സുന്ദര ലീഗിൻ്റെ ആളാണ്, സുന്ദര CPMൻ്റെ ആളാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്നും മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം തോൽക്കുന്നത് 89 വോട്ടിനാണ്. സുന്ദരയെ അപര സ്ഥാനാർത്ഥിയായി അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ലീഗിന്റെയും അതായത് ശ്രീ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോൽക്കുമ്പോൾ അന്ന് 60 വോട്ടാണ്. അന്ന് അതിന്റെ രാഷ്ട്രീയ ലാഭം ആർക്കാണ് ലഭിച്ചത്? അന്ന് 16 മുതൽ എല്ലാ ഘട്ടത്തിലും ലീഗും CPM പറയുന്നത് 2021 സുമേധയ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ പത്രിക പിൻവലിക്കുകയാണ് ചെയ്തത്. എന്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ ഈ പത്രിക പിൻവലിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ, ഭരണാധികാരിയുടെ മുന്നിൽ സുന്ദര സത്യവാങ്മൂലം കൊടുത്തതല്ലേ? അന്ന് BSP ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വെതിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും അന്ന് സുന്ദര പറഞ്ഞത് എന്റെ സ്വന്തം താല്പര്യപ്രകാരം, ഒരു പ്രേരണയുമില്ല, ഒരു പ്രലോഭനവുമില്ല, ഒരു കൈക്കൂലിയുമില്ല, എന്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഞാൻ ഈ പത്രിക പിൻവലിക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അന്ന് പറഞ്ഞല്ലോ. മാധ്യമങ്ങളോട്, നിങ്ങളോട് അന്ന് പരസ്യമായി പറഞ്ഞല്ലോ. ഇതൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു മാധ്യമം ഇതിനെ വാർത്തയാക്കുന്നു. അതിനുശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് ഇതിനെതിരെ കേസ് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമില്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. സുന്ദര അവിടെ വരുന്നത് CPMന്റെ ലീഗിന്റെ താല്പര്യപ്രകാരമാണ്. 2016 ഇതേ രാഷ്ട്രീയ കളി തന്നെയാണ് സുന്ദരയെ വെച്ചുകൊണ്ട് അവിടെ ലീഗും CPMും നടത്തിയത്. രാഷ്ട്രീയത്തിൽ ജയവും പരാജയവും ഉണ്ടാകും. പക്ഷേ ഒരു പാർട്ടി ജയിക്കാൻ പാടില്ല എന്ന് കരുതി, ശ്രീ കെ സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല എന്ന് കരുതി അപരനായി ഈ സുന്ദരയെ കൊണ്ടുവന്ന് നിർത്തിയത് അന്ന് ലീഗും CPMും കൂടിയല്ലേ. അന്ന് 89 വോട്ടിനാണ് ശ്രീ കെ സുരേന്ദ്രൻ തോൽക്കുന്നത്. അന്ന് ലീഗും CPMും ഈ ഏറ്റവും വലിയ ഈ നാറിയ രാഷ്ട്രീയ കളി കളിച്ചില്ലായിരുന്നുവെങ്കിൽ 2016 ശ്രീ കെ സുരേന്ദ്രൻ MLA ആയിരുന്നു മഞ്ചേശ്വരത്ത് നിന്ന്. അന്ന് ജനങ്ങളുടെ അംഗീകാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അപ്പൊ ഇത്തരത്തിൽ കെ സുരേന്ദ്രയുടെ ഉടമസ്ഥാവകാശം അത് ലീഗിനും CPMനും ഉള്ളതാണ്. അദ്ദേഹവും BJPയുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ വിഷയം, അന്വേഷണ സംഘത്തിന് ഈ കേസുമായി BJP സംസ്ഥാന അധ്യക്ഷനെ ബന്ധിപ്പിക്കുവാൻ എല്ലാ വഴിയും നോക്കിയിട്ടും ഒരു വഴിയും അവന് മുന്നിൽ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് SC/ST അട്രോസിറ്റി ആക്ട് ഈ കേസിൽ ചുമത്താൻ എന്താണ് പശ്ചാത്തലം? അത് ഗവൺമെന്റ് വിശദീകരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SC/ST ആക്ട് ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത്? ഈ കേസ് തന്നെ ഫേക്കാണ്.
അത് കോടതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. കോടതി തീരുമാനം വരുന്ന സമയത്ത് അത് ബോധ്യമാകും. ഈ കേസ് തന്നെ യാതൊരു മെറിറ്റുമില്ലാത്ത കേസാണ്. പക്ഷെ ഈ കേസിൽ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് എങ്ങനെയും കെ സുരേന്ദ്രനെ എങ്ങനെയും അകത്തിടണം, BJP സംസ്ഥാന അധ്യക്ഷനെതിരെ എങ്ങനെയും കേസെടുക്കണം. ഇത് യാതൊരു കാരണവശാലും അംഗീകരിച്ച് തരില്ല എന്ന് BJP ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ കെ സുരേന്ദ്രനെ തുറങ്കിലടച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനകീയ പ്രക്ഷോഭങ്ങളെ തടയിട്ട് കളയാമെന്ന് പിണറായി വിജയൻ കരുതിയാൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതൊക്കെ തന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിനെതിരെ ഉജ്ജ്വലമായ പ്രക്ഷോഭം കേരളത്തിൽ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വിഷയം കേസ് വീണ്ടും സജീവമായി വരികയാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ മുന്നണിയിലുണ്ട്. അപ്പോ ഞങ്ങളുടെ നേതാവിനെ, BJPയുടെ പ്രസിഡന്റിനെ കള്ളക്കേസുകൾ ചുമത്തി നിർവീര്യനാക്കിക്കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്നൊന്നും വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ തുറന്നു പറയുകയാണ്. ഇവിടെ SC/ST ആക്ട് ദുരുപയോഗം ചെയ്യുകയാണ്. ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണ നിയമമാണ് പട്ടികജാതി വർഗ പീഡനങ്ങൾ തടയൽ നിയമം. 1989 വന്നു. 2015 നരേന്ദ്രമോദി ഗവൺമെന്റാണ് ഇതിനെ കൂടുതൽ ശക്തമാക്കിയത്. ഈ നിയമം കേരളത്തിൽ പ്രയോഗിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ദളിത് പീഡനങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ അർഹതപ്പെട്ട കേസുകളിൽ, മെരിറ്റുള്ള കേസുകളിൽ ഒരിടത്ത് പോലും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ആറ്റിങ്ങലിൽ, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കേസാണല്ലോ, ആറ്റിങ്ങലിൽ ഒരു പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ നടു റോഡിൽ വെച്ച് പട്ടികജാതിക്കാരിയായ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മോഷണ കുറ്റം ചുമത്തി വിചാരണ ചെയ്തു. അച്ഛനോടൊപ്പം അവിടെ യാത്ര കാണാൻ വന്നതാണ്. അപ്പോ ആ കുട്ടിയെ നടു റോഡിൽ വെച്ച് കരയിച്ചു. ആ കുട്ടിക്ക് മാനസികമായി വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അത് കേസായി. ഹൈക്കോടതി ഉൾപ്പെടെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയുടെ നടപടി തെറ്റായിരുന്നു എന്ന് വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ 1.5 ലക്ഷം രൂപയാണ് പിഴ ഈടാക്കിയത്. ആ കേസിനെതിരെ ഗവൺമെന്റ് ഇപ്പോൾ അപ്പീൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ കേസിൽ പട്ടികജാതിക്കാരിയായ 8ാം ക്ലാസ്സുകാരിയെ യാതൊരു കാരണവുമില്ലാതെ മോഷണക്കാരിയായി ചിത്രീകരിച്ചതിന്, പരസ്യമായി അപമാനിച്ചതിന് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ഈ സംസ്ഥാനത്തെ പട്ടികജാതി കമ്മീഷൻ പറഞ്ഞിട്ട് മാസങ്ങളായല്ലോ. എന്താ കേസെടുക്കാത്തത്? അതിൽ കേസെടുക്കേണ്ടതല്ലേ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കളിയാക്കിയതല്ലേ? എന്താ കേസെടുക്കാത്തത്? അത് പ്രതിസ്ഥാനത്ത് വരുന്നത് CPM-ന് വേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേസെടുക്കാത്തത്. തിരുവനന്തപുരം നഗരസഭയിലെ നിങ്ങൾക്കറിയാമല്ലോ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്. മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് തിരുവനന്തപുരം നഗരസഭയിൽ പട്ടികജാതി ക്ഷേമ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് ആ കേസിലെ പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാത്തത്? അത് CPM-ന്റെ നേതാക്കന്മാരാണ് പ്രതികൾ, DYFIയുടെ നേതാക്കന്മാരാണ് പ്രതികൾ. കഴിഞ്ഞ 2016 മുതൽ ഇങ്ങോട്ട് സംസ്ഥാനത്ത് 2250, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, 2250 പട്ടികജാതി ആദിവാസി പെൺകുട്ടികൾ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നത് സംസ്ഥാനത്തിന്റെ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. അതിൽ എത്ര കേസിലാണ് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്? 100 കേസിൽ പോലും തികച്ച് പട്ടികജാതി പീഡന നിരോധന നിയമം ഇവര് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തേണ്ട കേസുകളിൽ കേരളത്തിൽ ചുമത്താൻ തയ്യാറായിട്ടില്ല. 2021 കേരളത്തിന്റെ DGP-യെ, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ ഇത്തരം കേസുകളിൽ ഈ SC/ST ആക്ട് ചുമത്താത്തത് കൊണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ നേരിട്ട് ഡൽഹിക്ക് വിളിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പട്ടികജാതി പീഡന നിയമം അത് ചുമത്തേണ്ട കേസുകൾ ചുമത്തുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരുടെ വായടപ്പിക്കുവാൻ വേണ്ടി പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തി അതിന് ദുരുപയോഗം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടുന്നത്, ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്ന ഈ രാഷ്ട്രീയ ഗൂഢാലോചന
അവസാനിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ആവിഷ്കരിക്കും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും ഈ കേസിനെ ഞങ്ങൾ നേരിടും. ഇത് 101% യാതൊരു മെരിറ്റുമില്ലാത്ത കേസാണ്. ഇത് കെട്ടിച്ചമച്ച കേസാണ്. പട്ടികജാതി പീഡന നിരോധന നിയമം പോലുള്ള ഈ വകുപ്പുകൾ ഇതിൽ ചുമത്തുന്നത് ആ നിയമത്തെ ദുരുപയോഗം ചെയ്യലാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ എന്തും ചെയ്യാൻ തയ്യാറാകും എന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഒരു നയം കൂടിയാണത്. അത് ശക്തമായ രീതിയിൽ ഞങ്ങൾ അത് ചേർത്ത് നിൽക്കും, ഒരു സംശയവും വേണ്ട. അല്ല, അവർ അറസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്ല, പിണറായി വിജയൻ അത്ര ധൈര്യമുണ്ടെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റ് ചെയ്യട്ടെ, കാണാം. ഇപ്പോൾ പിണറായി വിജയൻ ഈ വിചാരിക്കുന്നതല്ലല്ലോ കാര്യങ്ങൾ. 1959 പിണറായി വിജയൻ മറക്കരുത്. അറസ്റ്റ് ചെയ്യട്ടെ, നോക്കാം. ശരി.